എൻ്റെ മുങ്ങേ ഇതെന്തായി കാണുന്നത് എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാഴ്ച കാണില്ല കേട്ടോ. റഷ്യ എന്നുള്ളത് ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ. എൻ്റെ ചിന്താഗതിയൊക്കെ മാറ്റി മറിച്ചിരുന്നു. റഷ്യയിലെ നൈറ്റ് ലൈഫാണ് കാണിക്കാൻ പോണത്. പിന്നെ എന്താ പറയുക, ഞാൻ ഇപ്പം കണ്ടോ ഈ ഒരു ലൊക്കേഷനിലുള്ളത് പാട്ട് ഓഫായ സമയത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ ഫുള്ള് വൈബാണ്, ഫുള്ള് ബൈക്കേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് അടിപൊളിയാണ്, സൂപ്പറാണ്. ഗോൾഡ് വ്യൂയും കാര്യങ്ങളൊക്കെ നിറച്ചിട്ട് കണ്ടില്ലേ. പിന്നെ ആ ഒരു ക്ലബ്ബിൽ നിന്ന് ഒരുപാട് പാട്ടൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ഈ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവർ കണ്ടിന്യൂസ് ഡാൻസ് കളിക്കലാണ്. ഓക്കെ, അതും സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സ്റ്റെപ്പാട്ടോ. അത് റെഡ് സ്ക്വയറാണ് അവിടെ കാണുന്നത്. ആ ഒരു സ്ട്രീറ്റാണ്, അതിൻ്റെ സൈഡിലാണ് ഇതുള്ളത്. ഓക്കെ, ഇവർ ഡാൻസ് കളിക്കുന്നുണ്ടോ? കോർപ്പറേറ്റ് അടിക്കുമെന്നല്ല ഞാൻ. പിന്നെ ഈ ഇവരൊക്കെ ഉണ്ട്, ബൈക്കേഴ്സ് എന്നെ കണ്ട് എന്നോട് സംസാരിച്ച്. അപ്പോൾ ഇവർ എന്നോട് റൈഡ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ട് ഇവരുടെ കൂടെ. ഞാൻ അതിൽ അഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പോവാം, നമുക്ക് ഇവരോട് റൈഡ് ചെയ്യാം. ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ വണ്ടിയാണ്, അത് വിൻറ്റേജ് വണ്ടിയാണ്, പഴയ വണ്ടിയാണ്. പുള്ളി ആക്ച്വലി വണ്ടി എടുത്ത് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകട്ടോ. പുള്ളി വെക്കാൻ പോകുന്നത് ഹിന്ദി സോങ് ആയിരിക്കും മിക്കവാറും. കണ്ടോ, പുള്ളി ഇങ്ങോട്ടൊക്കെ ഹിന്ദി സോങ് വെച്ചിട്ട്. ഓക്കെ, ഇത് ബൈക്കേഴ്സിൻ്റെ പാർക്കിംഗ്. ഞാൻ ആക്ച്വലി ഇത് അറിഞ്ഞിട്ടൊന്നുമില്ല, ആക്സിഡൻ്റിൽ എത്തിപ്പോവാണ്. ഞാൻ ആക്സിഡൻ്റിൽ എത്തിപ്പോവാണ്. ഇവിടെ അറിഞ്ഞുകൊണ്ട് ഒന്നുമില്ല, അത് KTM ആണ്. പാട്ട് പോയാലോ? എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡാട്ടെ ഇന്ന്. ഫുള്ള് ബൈക്സാണ്, ഫുള്ള് ബൈക്കേഴ്സാണ്. ഒന്നുകിൽ ഇവർക്ക് പ്രാന്ത് അല്ലെങ്കിൽ നമുക്ക് പ്രാന്ത് കേട്ടോ. ബൈക്കേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ, വേറൊന്നുമില്ല. അതും ഗേൾസ് അടക്കം, ഹസ്ബൻഡ് വൈഫ്, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്, വാട്ട് എവർ എന്തോ ആയിക്കോട്ടെ,
ഒരു മെയിലും ഫീമെയിൽ കേട്ടോ ഒരുമിച്ച് വരുന്നത്. പോലീസുകളൊക്കെ ശല്യപ്പെടുത്താണ് പാവങ്ങൾ സൈഡിലേക്കൂടെ പോകണം, ആർക്കും ഉപദ്രവമില്ലാണ്ട്. അങ്ങനെ ആയിരിക്കണോ? റഷ്യയിൽ ഇത്രയും വലിയ ബൈക്കേഴ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഭയങ്കര ഒരു സംഭവമാണ്. മൊത്തത്തിൽ എല്ലാവരും അടിക്കുന്നുണ്ടാവും, അതാണ് രസം. എൻ്റെ ഇതെന്തായി കാണുന്നത് എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാഴ്ച കാണില്ല കേട്ടോ. ഇതാണ് റിയൽ റഷ്യൻ നൈറ്റ് ലൈഫ് കേട്ടോ. റിയൽ റഷ്യൻ നൈറ്റ് ലൈഫ് ഗായ്സ്, റിയൽ റഷ്യൻ നൈറ്റ് ലൈഫ്. നിങ്ങൾ വിചാരിച്ച സാധനമല്ല, ഫുള്ള് ബൈക്സ്, ഗേൾസ്, ഡ്രിങ്ക്സ്. ഓക്കെ ഓപ്പോസിറ്റ് ഓക്കെ. എല്ലാവരും ഗ്യാങ് ആയിട്ടോ പോണത്. ആ ഒരു സൂര്യനെ കണ്ടോ? സൂര്യനല്ല, ചന്ദ്രൻ. ഞാൻ പൊട്ടറ പഠിച്ചോണ്ട് കള്ളിൻ്റെ മണടിച്ച് കിക്കായതൊന്നും എനിക്കെല്ലാം കൂടി. Окей. За дороги мне стало одиноко, невольно я скована. Я прошу, сделай мне навстречу шаг, оно нет
വേറെ ലൊക്കേഷനിൽ വന്നേ. ഇവിടെ നമുക്ക് ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട്. ഓക്കെ, മെയിനായിട്ട് നിങ്ങൾ ആകാശം നോക്കും, സൂര്യനെ ഉദിക്കാനായിട്ടോ. സമയം നോക്കിയാൽ 3 മണി, 10 മണിക്ക് അസ്തമിച്ചിട്ട് 3 മണി നല്ല ഉദിക്കും. നല്ല വെളിച്ചമാണ്, സ്ട്രീറ്റൊക്കെ നല്ല വെളിച്ചമാണ്. അത്രയും അടിപൊളി വൈബാട്ടോ റഷ്യയിൽ. നമ്മൾ വിചാരിച്ച പോലെയല്ല, സൂപ്പർ. ഓക്കെ, സ്കേറ്റിംഗ് ഈ സമയത്തൊക്കെ സ്കേറ്റിംഗ് ഉണ്ടോ, സേഫാണ്, ലേഡീസിനാണൊക്കെ സേഫാണ്. നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്കാണ് പോണത്. ഇത് ആക്ച്വലി ഇവിടെ ബൈക്കേഴ്സ് ഗ്യാദർ ചെയ്യുന്ന ഒരു ഏരിയയാണ്. മൊത്തം കണ്ടോ, ബൈക്കേഴ്സ് ഗ്യാദർ ചെയ്യുന്ന ഏരിയയാണ്. പിന്നെ എൻ്റെ കൂടിയിലെ കുട്ടിയുണ്ട്, അവൾ ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കുന്നുണ്ട്. ഇവരുടെ പെങ്ങളാണ്. അപ്പം ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾക്കാർ. ഇവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മെയിനായിട്ട് ഇവർക്ക് നമ്മളോട് ഒരു തരത്തിൽ റേസിസും ഇല്ല. ഇന്ത്യക്കാരെ ഇവർക്ക് റേസിസ് പ്രശ്നമില്ല കേട്ടോ, അതാണ് മെയിൻ. ശരിക്കും നല്ല കമ്പനിയാണ്. ഇവർ എന്നോട് ചോദിച്ചാൽ എവിടെയും കണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞു. ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണിച്ചിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ വരെ റഷ്യ കയറിയിട്ട് എനിക്ക് ഒരു പണിയിലാണ് വെറുതെ ഇരിക്കുന്നു. ഇവരൊക്കെ വന്നോണ്ട് എന്തായി. Счастье накрыло, как цунами. Не говори, что мы опоздали. Чувствуешь сердце между нами. Мы так хотели, так искали. Счастье накрыло, как цунами. Я упрямо твоя, ты мне совсем не враг. Я прошу, сделай мне навстречу шаг. Глупо, но не смешно. Вижу, тебе совсем не все равно. Не говори, что мы опоздали. Ты чувствуешь свет между нами. Мы так хотели, так искали. Счастье накрыло, как цунами. Откуда торопилась, наверное, оступилась. Ну что мне изменить? Очень жаль, моя любовь. Я точно знаю, не забуду тебя. Мне очень жаль, и на восход я улечу в Москву, Владивосток. Мне очень жаль, моя любовь. Я точно знаю, не забуду тебя. Мне очень жаль, и на восход я улечу в Москву, Владивосток. Ты нежно меня коснись, я губы кусаю, я разум теряю. Ты крепче за нас держись. Okay, so what is the name of this area? This area, Moscow City. It's in Moscow City. Yes. Okay. It's like business centers. ഓക്കെ, ഇവിടെ കയറാൻ വേണ്ടി ചെറിയ വഴിയുള്ളൂ. എല്ലാ ബൈക്കേഴ്സും കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇവരെങ്ങനെയാ വെച്ചാൽ ഇവിടെ ഒരുപാട് സ്പോട്ട് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇവരെല്ലാവരും ഓരോ സ്പോട്ടിൽ പോയിരുന്ന് ഇങ്ങനെ കിസ്സ പറയുകയാണ് ചെയ്യുന്നത്. ഇത് ഡേ ടൈമിൽ വരണം, അടിപൊളിയായിരിക്കും. നോക്കി നിങ്ങൾ ഈ ഒരു വ്യൂ ഉണ്ടോ, സൂപ്പർ. അമ്പരചുംബികളായ കെട്ടിടങ്ങളും നമ്മുടെ വണ്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് മൊത്തത്തിൽ. ഞാൻ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞത്, നീ ഇവിടെ ടൂർ ഗൈഡായിട്ട് വർക്ക് ചെയ്തു, അടുത്ത ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുക. കാരണം അവരെന്നെ കൂട്ടി സിറ്റിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ല, അവർ ലോക്കൽസ് ആണല്ലോ. പിന്നെ നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ഈ വരുന്ന ഈ സ്ഥലമാണെങ്കിൽ തന്നെ ഒരിക്കലും നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരു ടൂറിസ്റ്റായിട്ട് വന്ന് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽസിന് മാത്രം അറിയുന്ന സ്ഥലങ്ങളാണ്. അവരവർ വീക്കെൻഡൊക്കെ ആഘോഷിക്കാൻ വേണ്ടി വരുന്നൊരു സ്ഥലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യൂ നമുക്ക് എവിടെയും കിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി ഇതാണ് റഷ്യ എന്നുള്ളത്. ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ. എൻ്റെ ചിന്താഗതിയൊക്കെ മാറ്റി മറിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരുപാട് റഷ്യൻ സോങ്സ് ഇട്ടിട്ടുണ്ട് വരുമ്പോൾ. എൻ്റെ മൊബൈൽ അവളുടെ അടുത്ത് കൊടുത്തിട്ട് അവൾ അതിൽ റഷ്യൻ പാട്ട് ഒക്കെ ചെയ്ത്. അപ്പോൾ അവർ നല്ല വൈബിൽ വരുന്നുണ്ട്. ഇവിടെയും ഗോൾഡ് വിങ് ഉണ്ട്, ഇവിടെ ഒരു ഗോൾഡ് വിങ് കിടപ്പുണ്ട്. Который так мне нужен, то счастье и успех. Ведь он вполне заслужен. Я знаю, я буду лететь безумной вспышкой. Я буду для тебя твоей малышкой. Твой взгляд, твой смех, который так мне нужен, то
വൈബാണ്. മുകളിലേക്ക് ഫുൾ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ട് ഫുൾ പ്രൈവറ്റ് റൂംസാണ്. ഇവിടെ നമുക്ക് കള്ളും കാര്യങ്ങളും കിട്ടും. സമയം രാവിലെ 4 മണിയായി. എന്നിട്ട് ഇതൊക്കെ ഓപ്പൺ ആട്ടോ. ബൈക്സ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇതൊരു മറ്റേ പിറേറ്റ്സ് ഓഫ് ദ കരീബിയൻ പോലെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇവിടെ. ഫുള്ള് സെറ്റപ്പാണല്ലോ ഇവർ. ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പായിട്ടത് നോക്കിങ്ങൾ. ഇത്രയും ടോപ്പ് ഒരു ബൈക്ക് കളിച്ചത് ഞാൻ എവിടെയും എൻ്റെ ലൈഫിൽ കണ്ടില്ല കേട്ടോ. എനിക്കൊന്ന് റഷ്യയിൽ മാത്രം നിൽക്കണ്ട, വേറെ എവിടെ ഉണ്ടാവില്ല. സെക്സ്റ്റൺ, നൈസ് നെയിം. ഓക്കെ, ഒറിജിനൽ ആട്ടോ ഇത്, ഒറിജിനൽ സാർ ഇത്. ഓക്കെ, കമ്പനിയാണെങ്കിൽ മാത്രമുണ്ട്, ബാക്കി ആരും ഇവിടെ ഇല്ല. ഇത് കാലാണ്. അടിപൊളി സെറ്റപ്പ് അല്ലേ? ഓക്കെ, പുറത്തെത്തി. ഇത് ചില ഇംഗ്ലീഷ് മൂവീസ് നമ്മൾ കാണില്ല, ആ ഒരു സീൻ കേട്ടോ. അതാണ് ഇവിടെ കാണുന്നത് മൊത്തം. ഇത് കസ്റ്റം ബിൽഡാണ്. ഇന്ന് പീരങ്കിയെന്ന് പറഞ്ഞില്ല, ഒറിജിനൽ പീരങ്കിയ. When the rider season is opening, it's a show here, fire show and stuff. The trampolines are. So winter they will close it. No, but yeah, they have shows in the opening and when the season is closed. ഇതിൽ വിൻ്ററിൽ ഇവിടെ ഭയങ്കര മഞ്ഞ് കൂടി കിടക്കുന്നതുകൊണ്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. സമ്മറിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റൂ. സമ്മറിലാണ് ഇവർ മെയിൻ ആയിട്ട്. Inside this here, they are riding. I can show you. I have. Oh, inside this? ഇത് മരണക്കിണർ കേട്ടോ. ആ കിടക്കുന്ന മൂടി വെച്ചിട്ടില്ല, ഇത് മരണക്കിണറാണ്. ഇതിനുള്ളിലേക്കൂടെ ബൈക്കേഴ്സ് ഓടിക്കുന്നവള് പറഞ്ഞു. എനിക്ക് ഫസ്റ്റ് ഓടിയിട്ടില്ല കേട്ടോ. മരണക്കിണറാണ്, മൂടിയിട്ടില്ല. അപ്പുറം ഒരു വണ്ടി കിടക്കുന്നതാണ് ഇത്. ഇതൊക്കെ റെയിൽപാളാണ്. റെയിൽപാൾ അങ്ങനെ തന്നെ കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടോ. സംഭവം മൊത്തത്തിൽ രക്ഷയില്ലാത്ത സംഭവങ്ങളാണ്. ദാറ്റ്സ് ഡ്രാഗൺ. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് ബൈക്ക് കൾച്ചറുള്ള റഷ്യ കേട്ടോ. ട്രസ്റ്റ് മീ, വേറെ എവിടെ ഞാൻ കണ്ടില്ല ഇത്രയും നല്ല സാധനങ്ങൾ. നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തിലെ ആൾക്കാരാണെങ്കിൽ അവിടെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, ബൈക്സ് തന്നെ ബൈക്സ്. സിംഗിൾ പാസൊക്കെ ചെയ്തേക്കുന്നുണ്ടല്ലോ. സിംഗിൾ പാസൊക്കെ ബാക്കിൽ ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ. പാവ, ഇവിടെ എനിക്ക് വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. Dragon, 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 ship, 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 snake, snake. I have video of show. I can show you on my phone. Okay. At the night, people dancing, drinking, and they just live their best life, I guess. Yeah, that's good to know. We have to enjoy the life. BMX. Yeah. They are going. ഓക്കെ. നമ്മുടെ നാട്ടിലെ BMX ഇല്ല അതുപോലെ കേട്ടോ. അതുകൊണ്ട് ഇവിടെ ജമ്പിങ് എല്ലാം ഉണ്ട്. റഷ്യക്കാരാണ് നമ്മൾ. റഷ്യൻസ് കമ്മിങ് ടു ഇന്ത്യ ടു ഡു ദിസ്. Yeah, Russians coming to India to do this.
ഇവിടെയുണ്ട്, ഇവിടെ ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ട്, നോർത്തിലെ ആൾക്കാരും. ഇവരുടെ ഒരു വൈബാണ്. മൊത്തത്തിൽ സംഭവം കളറാട്ടോ, അടിപൊളിയാണെന്ന് ഒരു രക്ഷയില്ല, സൂപ്പർ. നല്ല ടീമിനെ കിട്ടിയതാലോ. ഇവർ ബൈക്കേഴ്സ് ആയതുകൊണ്ട് മാത്രം എൻ്റെ ഒപ്പം വരുന്നതാണ്. അല്ല നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഈ കുട്ടികളൊക്കെ ബൈക്കേഴ്സ് ആയതുകൊണ്ടാണ് എൻ്റെ കൂടെ വരുന്നത്. അതിൻ്റെ ബ്രദറാണ് കൂടെ ഉള്ളത്. അപ്പോൾ അവർ നമുക്ക് റെസ്പെക്ട് ചെയ്തില്ല. ആ റെസ്പെക്റ്റിൻ്റെ പുറത്താണ് അവർ വരുന്നത്. നമ്മളെ തിരിച്ചങ്ങോട്ട് റെസ്പെക്ട് നടത്തുക. ഇവിടെ ആക്ച്വലി ഹസ്ബൻഡും വൈഫും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ബ്രദറും സിസ്റ്ററും എല്ലാവരും ഉണ്ട്. എല്ലാവരും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർ വരുക, രാത്രി മൊത്തം കറങ്ങുക, രാവിലെ ഫുഡ് അടിക്കാൻ പോയി കിടന്നു. ഇതാണ് ഇവർ പരിപാടി. ശരിക്കും ഇതൊക്കെ വേണം. 5 ദിവസം പാട്ടി പണിയെടുത്തിട്ട് ആഴ്ചയിൽ 2 ദിവസം എൻജോയ്മെൻറ്റ്, പിന്നെ എന്ത് ജീവിതമാണ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളൊക്കെ വന്ന ആൾക്കാർ വിചാരിക്കും വെറും ഒരു സെക്സിന് വേണ്ടിയിട്ടാണ് നിൽക്കും. പക്ഷെ അത് മാത്രമല്ല കേട്ടോ. നേരം വെളുത്ത് കണ്ടോ, 4:15 ആകുമ്പോഴേക്കും സൺറൈസ് വന്ന്. അതുകൊണ്ട് എന്തായി, സൂര്യേട്ടൻ വന്നുകൊണ്ട് നല്ല ക്ലാരിറ്റി ആയി. ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓഫായി ഓട്ടോമാറ്റിക്കലി. സൂര്യേട്ടൻ വന്നാൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓഫാവും. ഇതാണ് ഇവർ പറഞ്ഞ ബ്രിഡ്ജ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിൽ ശരിക്കും ഡിന്നറാണ്. ഇങ്ങനെ കഴിച്ചിട്ട് ഇവർ കിടന്ന് ഉറക്കല്ല അവിടെ. ഇതൊരു തായ്വാൻ വിയറ്റ്നാം റെസ്റ്റോറൻറ്റ്. ഇതൊരു വിയറ്റ്നാം റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. എൻ്റെ ബാറ്ററി 15%. ഞാൻ ആക്ച്വലി വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതല്ല, അതുകൊണ്ട് തന്നെ പ്രിപ്പയർഡ് അല്ല. പിന്നെ ക്യാമറ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് കേട്ടോ. വിയറ്റ്നാം റെസ്റ്റോറൻറ്റിന് ഒരു ഇതെല്ലാം കാണുന്നുണ്ട്. വിയറ്റ്നാമീസ് ഉണ്ടല്ലോ, വിയറ്റ്നാം ചട്ടിത്തൊപ്പിയിലെ ഫോട്ടോസ് എല്ലാം കാണുന്നുണ്ട്. My helmet is there, okay? Okay. ഇതാണ് ഫുഡ് കേട്ടോ. ഇതാണ് വിയറ്റ്നാമീസ് ഫുഡ്. സൂപ്പാണ് ഇത്. എന്ത് സൂപ്പാണെന്നല്ലേ പഠിച്ചവനിക്കറിയാം. ഓൾ ഓർഡർ ചെയ്താണ്. ഇതൊരു ബന്നൊക്കെ ഉണ്ട്. പിന്നെ ഇത് സ്ട്രോബെറി സ്മൂത്തിയാണ്. ഇതെന്ത് സാധനം? എഗ്ഗാ മുട്ട കൊണ്ടാണ് ബന്ന്, അറിയില്ല. വേറെ എന്തും കൂടി വരാനുണ്ട്. പുള്ളി റൈസ് കഴിക്കുന്നത്. ഗുഡ്. രണ്ടുപേരും അടിയായിട്ടോ. അവരിപ്പോൾ നന്നാകുന്നുണ്ട്. അതങ്ങനെയാണല്ലോ, അവർ കാമുകരമ്മായിക്കുന്ന തല്ലും പിരിയൊക്കെ ചെയ്യും. സെക്കൻഡ് കണക്കിന് തല്ലും, സെക്കൻഡ് കണക്കിന് പിരിയൊക്കെ ചെയ്യും. അവരിപ്പം തല്ലി ഇപ്പം സെറ്റായി വരുന്നുണ്ട്. ഇവിടെ ടീഷൊക്കെ എടുത്ത് ഓടിക്കുന്നുണ്ട്. ആൾ ഭയങ്കര ആക്റ്റീവാട്ടോ, ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്റ്റീവായതുകൊണ്ട് So I asked her to come with me to Europe. Let's see if she is agree. I will take her to Europe. With my bike. നമുക്ക് വ്ളോഗ് ആയല്ലോ. ഓക്കെ, ലെറ്റ് മീ ഫിനിഷ്. ഇതൊന്നും തീർക്കട്ടെ കേട്ടോ. എടുത്തിട്ടാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. ഫുഡ് കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നല്ല ഉച്ചക്ക് ലഞ്ച് ആയിരുന്നു കഴിച്ചിട്ടുണ്ട്. എൻ്റെ കൺമൂടൊക്കെ മാറി കേട്ടോ ഉറക്കം നോക്കിയിട്ട്. ഇതൊക്കെ അടിപൊളി സ്പോട്ടുകളാണ്. നോക്കിയോ, ശരിക്കും നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ്. ആ സഡനിലാണ് ഈ കുട്ടി എന്നോടൊന്ന് സംസാരിക്കുന്നു, ഇവരെല്ലാവരും സംസാരിക്കും, അവരോട് കൂടെ വരുന്നു ചോദിക്കുന്നു. ഞാൻ ഓക്കെ പറഞ്ഞു. ഫുഡ് കഴിച്ചപ്പോൾ ഞാനാ ബില്ല് കൊടുത്തത്. എല്ലാവരും ബില്ല് ഞാനാ പേ ചെയ്തിട്ടും. നമ്മുടെ മര്യാദ ആകെ ഒരു 4000 രൂപ ബില്ലായിട്ടുള്ളൂ. ഇത് നമ്മുടെ നാട്ടുകാരുടെ ഡീസൻസി അങ്ങനെയാണല്ലോ. ഇപ്പം ഞാൻ ഇവരോട് തെണ്ടിത്തരം ചെയ്താൽ അത് നമ്മുടെ നാടിനെ ബാധിക്കുമല്ലോ. അതുപോലെ ഞാൻ ഇവരോട് നല്ല കാര്യം ചെയ്താൽ അതും നമുക്ക് നല്ലതാണ്. ഇനി വണ്ടി എഡ്ജിലെ കൂടെ എടുക്കണമെന്ന് ഇപ്പം ആലോചിക്കുന്നത്. ഇവിടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. പുള്ളി അടി കഴിഞ്ഞാൽ രണ്ടാളും നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും വീട്ടിലേക്ക് പോവുകയാണ്. So now we are going to my home. I will drop you in your home. We free.
free with Pasha. Okay. Pasha with us. Okay. He has my stuff. You can take it, put it inside. No need. I need to give him. Okay. And he lives near to you, so you go home with him, okay? Okay. He will navigate you. Okay. So how is the bike? Okay? Yeah? The bike is okay? Right? Yeah. Yeah, but I prefer sport, you know? Why? You need speed? Yeah. Oh. Speed and aesthetic. So speed and Aesthetic. Aesthetic. safety? Huh? You mean safety? Yeah, no, aesthetic, like how it looks like. Oh, okay. You have license? Huh? No, not yet, but I drove one. ഓക്കെ. അപ്പോൾ ഇവിടെ താമസിക്കുന്നത് ഇവിടെയാണ്, ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കേട്ടോ. സേ ബൈ ബൈ. Bye bye. ആൾ ഭയങ്കര മെച്ചൂർഡ് കേട്ടോ. നമുക്ക് ചെറിയ വയസ്സായാലും പക്ഷേങ്കിൽ ഭയങ്കര മെച്ചൂർഡാണ്. പക്ഷേ നമ്മളെന്തായാലും ബൈ ബൈ പറയുന്നതാണെങ്കിലും ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം 5 മണിക്ക്. കാരണം എനിക്കിവിടെ കറങ്ങാൻ വേണ്ടി ഗൈഡിന് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഗൈഡായിട്ട് പോവാം, എൻ്റെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ റെക്കമെൻഡ് ചെയ്യാം. അപ്പം ദുബൈയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ ആരെങ്കിലും വരുവാണെങ്കിൽ അതൊരു ഗൈഡായില്ലല്ലേ. അപ്പം നോക്കാം, 5 മണിക്ക് വരും നോക്കാം. ഞാൻ ഭയങ്കര ടയർഡാണ്, ഓഫാകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി റൂം പോയിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങി എണീച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം.